ശ്രീമഹാഗണപതയേ നമ. ശ്രീമഹാസരസ്വത്യൈ നമ. ശ്രീഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ശ്രീ ആഞ്ജനേയസ്വാമിനേ നമ. എല്ലാവർക്കും നമസ്കാരം. കർക്കിടകം 17-ാം ദിവസത്തെ ആശംസകൾ എല്ലാവർക്കും അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡത്തിലെ സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി, പിന്നെ സമ്പാദിവാക്യം വരെയാണ് നമ്മളിന്ന് പാരായണം ചെയ്യാൻ പോകുന്നത്. ശ്രീരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സ്വയംപ്രഭാഗതി. അന്ധകാരാരണ്യമാശു പുക്കീടിനാർ അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃണഗണച്ഛന്നമായൊന്നതിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലമതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിൽ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ട് അന്നേരം അന്യോന്യമൊത്തു കയ്യം പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാർ അതീവ ദൂരം. തത്ര കണ്ടിതു മുന്നിലാമാറതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയ വാരിയാൽ ആപൂർണകളായി അതീവ വിശദമായി. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി. പീയൂഷസാമ്യ മധുദ്രോണ സംയുതം പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ. യോഗം ധരിച്ചു ജഡാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി. പാവകജ്വാലാസമാഭ കലർന്ന അതിപാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ.
നിങ്ങൾ ആരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യ എന്നുത്തമയായുണ്ടൊരു പുരി ഭൂതലേ. തത്രൈവ വാണു ദശരഥനാം നൃപൻ, പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും. താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേന ഗഹ്വരം ഭുക്കിതറിയാതെ. ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങൾ ഏതും അറിഞ്ഞീല, നേരെ അരുൾ ചെയ്ക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിതപൂർവം അഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമനോഹരി, നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ. അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യ സംവത്സരാണാം അയുതായുധം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുര തൽസഖി ജ്ഞാനിക നാംനാ സ്വയം പ്രഭ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കെടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതി ക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കു ഉപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവി പുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ
നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം തപോനിധേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദിനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാമരൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃതിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമമേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമ. വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പൂരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ. മർത്യവിഡംബനം ദേവ തേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലെന്തറിയാവതും. ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരെ. ദേവ്യതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായ വിഡംബനം നിർണയം കന്മഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാപീയൂഷപാന സിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ. മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയേ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. സൃഷ്ടാവു താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർദ്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ചധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ പാദപങ്കേരുഹം.
ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു, സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ. എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ, ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ. എത്ര കുത്രാപി വസിക്കിലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്തവൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകതാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ, രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടക കടിസൂത്രഹാര മകരമണിമയ കുണ്ടലം നൂപുര ഹേമാങ്കദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ, പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു, ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി, നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ, പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞീലവാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം, ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിൽ അന്നു താൻ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനേനാം എന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നിലവൻ ഒരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ജൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ, ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമെങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിൽ അകമ്പൊക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ, കാരേയ പോക നാം വൈകരുതേതുമേ.
അംഗദൻ തന്നോടിവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിതൻ വാതജൻ അംഗദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തൻ മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമെല്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജനന്ദന കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തനാജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞീലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിൻ അഭേദ്യമായ ഒന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജകുല ധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്ത പരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ വൃത്തിവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ജഗദീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടിവണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പുക്കു കാശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പുക്കു മഹേന്ദ്രാചലേന്ദ്ര പദം മുതാ. ദക്ഷിണവാരിധി തീരം മനോഹരം പുക്കു മഹേന്ദ്രാചലേന്ദ്ര പദം മുതാ. ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ചയം. വൃത്രാരി പുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായി അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ദിച്ചിതന്യോന്യം എന്തിനീ ചെയ്വതു സന്തതമോർക്ക നാം. ഗഹ്വരം ബുക്കു പരിഭ്രമിച്ചെത്രയും വിഹുലന്മാരായി കഴിഞ്ഞിതു മാസവും. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകിട്ടീല കുത്രജിൽ. സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേതുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ബുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുടച്ചു കപികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീഹരണം ജടായൂമരണം സുഗ്രീവ സംഭാഷണം, ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം, കൃത്വാ രാവണ കുംഭകർണനിധനം ഏഹേതദ്ധി രാമായണം.